ഹലോ റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള ബെല്ലാരി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഒരു ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടെ ചെയ്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ബെല്ലാരി ബീഫ് ഉണ്ടാക്കുന്നത് ഒരു 1.5 കിലോയുടെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-20 ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ, നമ്മൾ മിക്സിയിലിട്ടിട്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ബീഫ് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു കുക്കറിലോട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ ഉപ്പ്. ഞാൻ ഇപ്പോൾ മുഴുവനായിട്ട് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, അതിനുള്ള റീസൺ ഞാൻ പിന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 6-7 വിസിൽ വരുന്ന വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒരു 7 വിസിലിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാൻ പോവാണ്. ഇനി ഇത് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് നല്ലതായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് കുറേശ്ശായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫിയുടെ കളറൊക്കെ ചേഞ്ചായി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മുടെ ബെല്ലാരി ബീഫിന് ഡിഫറെൻറ്റ് ടേസ്റ്റ് കൊടുക്കുന്ന ആ ഒരു സാധനം. നമ്മുടെ കൊണ്ടാട്ടമുളകാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കരിയാണ്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ചേർക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി എന്ന് പറയാനുള്ള റീസൺ. ഇനി ഇത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു 4 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് വെക്കാം. ഇനി അതേ ഓയിലിലോട്ട് തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒന്നങ്ങോട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞെടുത്ത തന്നെ കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി നമുക്ക് ഈ ഒരു സവോളയിലോട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിനുശേഷം കൊണ്ടാട്ടമുളകും വറ്റൽമുളകും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലാരി ബീഫ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ ഒരു ബെല്ലാരി ബീഫിന്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.